ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്നാൽ എന്താണെന്നാണ്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, ആ വാക്കിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. പവറുകള്, അധികാരങ്ങള് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ അധികാരവും ഒറ്റ സ്ഥലത്ത് വെക്കാതെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്ത് വേണം കൊടുക്കാൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം? പണ്ട് കാലങ്ങളിൽ ഡെമോക്രസി എറൈസ് ചെയ്യുന്നതിന് മുമ്പ്, പ്രാചീന കാലഘട്ടത്തിൽ എല്ലാ അധികാരവും ഒരു കിങ്ങിന്റെ കയ്യിലായിരിക്കും. അതായത് കിങ് ആണ് റൂൾ ഉണ്ടാക്കുന്നത്, കിങ് തന്നെയാണ് റൂൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എന്തെങ്കിലും ഇന്റർപ്രിട്ടേഷന്റെ ആവശ്യം വന്നാൽ അത് കിങ് തന്നെ ചെയ്യും. മറ്റാർക്കും ഒരു അധികാരവും ഇല്ല. എല്ലാ അധികാരവും ഒറ്റ സിംഗിൾ പേഴ്സന്റെ കയ്യിൽ. അങ്ങനെ വന്നപ്പോ ഫേവറിസംസും ഇക്വാലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും റൈസ് ആവാൻ തുടങ്ങി. എല്ലാ അധികാരവും ഒറ്റൊരാളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ എന്ത് പ്രശ്നം പറ്റും? അയാളുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു ജീവിതവും ശൈലിയും ഒക്കെ ആയിരിക്കും നടപ്പിലാക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഡെമോക്രസിയും കോൺസ്റ്റിറ്റ്യൂഷണാലിസവും ഒക്കെ റേസ് ചെയ്ത് വന്നപ്പോഴാണ് ഇത്തരത്തില് പവർ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം എന്നൊരു കോൺസെപ്റ്റ് റേസ് ആകുന്നത്. സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ലോ മേക്ക് ചെയ്യാനുള്ള അധികാരം ഒരാളുടെ കയ്യിൽ, ലെജിസ്ലേറ്റീവ് ബോഡീസിന്റെ കയ്യിൽ. അപ്പൊ എക്സിക്യൂട്ടീവിന്റെ അധികാരം എന്താ? എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ വേറൊരു ബോഡി ആയിരിക്കും. ലെജിസ്ലേറ്റീവ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഓതറൈസ്ഡ് ആയിട്ടുള്ള ബോഡീസ് ആയിരിക്കും എക്സിക്യൂട്ടീവ്. മൂന്നാമത്തേതാണ് ജുഡീഷ്യൽ. ലോ മേക്ക് ചെയ്തത് ലെജിസ്ലേറ്റീവ് ആണെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തത് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ആ വിഷയങ്ങളിൽ വല്ല ഡിസ്പ്യൂട്ടോ ഇന്റർപ്രിട്ടേഷന്റെയോ ആവശ്യം വന്നാൽ അതിന് പരിഹാരം കണ്ടെത്തുന്നത് ജുഡീഷ്യറി ആയിരിക്കും. ഇങ്ങനെ 3 ഡിപ്പാർട്ട്മെന്റായി ക്ലാസിഫൈ ചെയ്ത് 3 പേർക്കും 3 രീതിയിലുള്ള പവറുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡെമോക്രസി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പവേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് ക്യാൻ ബി ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു 3. പവറുകൾ 3ആയി ക്ലാസിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലേക്ക്. ലെജിസ്ലേറ്റീവിന് പവേഴ്സ് ഉണ്ട്, അത് ലോ മേക്കിങ്ങിനുള്ള പവർ. എക്സിക്യൂട്ടീവിന് പവർ ഉണ്ട്, അത് ലോ ഇംപ്ലിമെന്റ് ചെയ്യാനും ലോ എൻഫോഴ്സ് ചെയ്യാനുള്ള പവറുകൾ. ജുഡീഷ്യറിക്ക് ലോ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള അധികാരങ്ങളായിരിക്കും. ദി എൻറ്റയർ പവേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് വെസ്റ്റഡ് ഇൻ കിങ്സ് ആൻഡ് എംപറേഴ്സ് ടിൽ മോഡേൺ ടൈം. ഇപ്പോ മോഡേൺ ടൈം ആകുന്നത് വരെയും പ്രാചീന കാലഘട്ടങ്ങളിൽ, പുരാതന വേളകളിൽ കിങ്ങിന്റെ കയ്യിലായിരുന്നു മുഴുവൻ അധികാരവും ഉണ്ടായിരുന്നത്. പക്ഷെ അതെന്ത് സംഭവിച്ചു? എവല്യൂഷൻ ഓഫ് മോഡേൺ ഡെമോക്രസി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണാലിസം ഗേവ് റൈസ് ടു ദി പ്രിൻസിപ്പിൾ ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. കാലക്രമേണ മോഡേൺ ഡെമോക്രസി വന്നപ്പോഴേക്കും മറ്റേ ഒരു കോൺസെപ്റ്റ് ഭയങ്കര ത്രെട്ടൺ ആയിരുന്നു. മുഴുവൻ അധികാരവും ഒരാളുടെ കയ്യിൽ വരുമ്പോൾ അയാളുടെ ഫേവറിസവും കാര്യങ്ങളും ഉണ്ടാകുന്ന ഒരു രീതി ഉടലെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ മോഡേൺ കോൺസ്റ്റിറ്റ്യൂഷണാലിസം, മോഡേൺ ഡെമോക്രസി ഒക്കെ വന്നതിന് പിന്നാലെ സെപ്പറേഷൻ ഓഫ് പവർ എന്ന പ്രിൻസിപ്പിളും ഉടലെടുത്തു. ഫ്രഞ്ച് തിങ്കറായിട്ടുള്ള മോണ്ടസ്ക്യൂ ആണ് ആദ്യമായിട്ട് ഈ ഒരു തിയറി മുന്നോട്ട് വെക്കുന്നത്. 1989 മുതൽ 1755 വരെയും ജീവിച്ചിരുന്ന മോണ്ടസ്ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രഞ്ചിലെ പ്രധാനപ്പെട്ട അതിപ്രശസ്തനായ തിങ്കറാണ് ഈ പറയപ്പെട്ടിട്ടുള്ള സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന ഒരു കോൺസെപ്റ്റ് തന്റെ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറഞ്ഞ ബുക്കിന്റെ അകത്ത് ഉൾപ്പെടുത്തുന്നത്. അങ്ങനെയാണ് നമ്മുടെ ലോകത്ത് എന്ത് ചെയ്തത്? സെപ്പറേഷൻ ഓഫ് പവർ, അധികാരങ്ങൾ വീതിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. When the legislative and executive powers are united in the same person or in the same body of magistrates, there can be no liberty because apprehension may arise. അതെ, ലോ ഉണ്ടാക്കാനും നടപ്പിലാക്കാനുള്ള അധികാരം എല്ലാം കൂടി ഒരാളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ഞാൻ തന്നെ ലോ ഉണ്ടാക്കും, ഞാൻ തന്നെ അത് എൻഫോഴ്സ് ചെയ്യും. അപ്പോ എനിക്ക് ഇഷ്ടമുള്ള ലോ ഉണ്ടാക്കാൻ പറ്റും, ഞാൻ ഇഷ്ടമുള്ള പോലെ ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? മറ്റാളുകൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കാതെ ആയിപ്പോവും. മറ്റുള്ള ആളുകൾക്ക് പേടി സ്വപ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങും. Again, there is no liberty if the judicial power be not separated from the legislative and executive. ഇനി ലെജിസ്ലേറ്റീവിന്റെ എക്സിക്യൂട്ടീവിനെയും കൂടെ ജുഡീഷ്യറിയും കൂടി സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ മൊത്തത്തിൽ തീർന്നു, മൊത്തത്തിൽ ലിബർട്ടി ഇല്ലാതാവും. കാരണം ഞാൻ തന്നെ നിയമം ഉണ്ടാക്കും, ഞാൻ തന്നെ നടപ്പിലാക്കും. ആ വിഷയത്തിൽ ഡിസ്പ്യൂട്ട് വന്നാൽ ഞാൻ തന്നെ ഉത്തരം പറയും. ഇതെന്താ സംഭവം? അപ്പൊ മറ്റാളുകൾക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത, എനിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെയൊക്കെ ശിക്ഷിക്കാൻ പറ്റുന്ന ഒരു രീതി ഉണ്ടായിത്തീരും. അപ്പോൾ സെപ്പറേഷൻ ഓഫ് പവർ നടന്നില്ല എങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ ലിബർട്ടിക്ക് വളരെ വലിയ ത്രെട്ടൻ ഉണ്ടാകുമായിരുന്നു. അപ്പൊ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? ഫ്രഞ്ച് തിങ്കറായിട്ടുള്ള മോണ്ടസ്ക്യൂ ആദ്യമായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് തന്റെ സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറഞ്ഞ ബുക്കിന്റെ അകത്ത് എന്ത് ചെയ്തത്? ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സബ്ജക്ട് മാറ്റേഴ്സ് 3ആയി തിരിച്ചിട്ടുണ്ട്. വേർ ഇറ്റ് ജോയിൻ ദി ലെജിസ്ലേറ്റീവ്, ദി ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് ദി സബ്ജക്ട് വുഡ് ബി എക്സ്പോസ് ടു ആർബിട്രറി കൺട്രോൾ. ഫോർ ദി ജഡ്ജ് വുഡ് ബി ദെൻ ദി ലെജിസ്ലേച്ചർ. വേർ it not joined to the executive power, the judge might behave with violent apprehension. അതെ, ഒരു ജുഡീഷ്യറിക്ക് എക്സിക്യൂട്ടീവ് പവർ കൊടുത്താൽ എന്ത് പറ്റിപ്പോവും?
ജഡ്ജിമാര് വയലന്റ് ആവാൻ തുടങ്ങും. ലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ജഡ്ജിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വശങ്ങളിലും ഫേവർ ഒന്നും ആകാതെ വളരെ മാന്യമായിട്ട് ഈക്വൽ ഒരു ന്യൂട്രൽ ആയിട്ട് കേസ് കേൾക്കേണ്ട ആളാണ്. വയലന്റ് ആകാനോ അപ്രഹെൻഡഡ് ആകാനോ ഒന്നും പാടില്ല. പക്ഷെ എക്സിക്യൂട്ടീവ് പവറും കൂടി ജഡ്ജിമാർക്ക് കൊടുത്താൽ, ജുഡീഷ്യറിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വയലൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് സെപ്പറേഷൻ ഓഫ് പവർ എന്ന കോൺസെപ്റ്റ് ആണ് എന്തുകൊണ്ടും നല്ലത്. അതായത് ജുഡീഷ്യറിക്ക് ജുഡീഷ്യറിയുടേതായ അധികാരങ്ങൾ, എക്സിക്യൂട്ടീവിന് എക്സിക്യൂട്ടീവിന്റേതായ അധികാരങ്ങൾ, ലെജിസ്ലേറ്റീവിന് ലെജിസ്ലേറ്റീവിന്റേതായ അധികാരങ്ങൾ, ഇങ്ങനെ വേർതിരിച്ച് നൽകുമ്പോൾ മാത്രമേ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡെമോക്രസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് കണ്ടുപിടിച്ച ആളുടെ പേര് എഴുതുക, ഇയർ എഴുതുക, ബുക്ക് എഴുതുക, കോൺസെപ്റ്റ് എന്താന്ന് എഴുതുക, അല്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്ന് എഴുതുക, പണ്ട് എങ്ങനെയായിരുന്നു എന്നതും കൂടി മെൻഷൻ ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ നോക്കാനുള്ളത്. ഹിയർ വി കൺക്ലൂഡ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.